യുഡിഎഫിന് വലിയ തിരിച്ചടിയായ വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ഇപ്പോൾ അപ്പീൽ നൽകണമെന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് ശശി തരൂർ. എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാകേണ്ടതുണ്ടെന്നും രാഷ്ട്രീയ കളിയാണ് നടന്നതെന്നും ശശി തരൂർ ആരോപിച്ചു. അതിശയം തന്നെ. കാരണം എനിക്ക് വേഷം നല്ലോണം അറിയാം. എന്റെ ഒപ്പം പ്രചരണത്തിൽ ഇറങ്ങിയൊരു കുട്ടിയാണ്. ആത്മാർത്ഥതയോടെ ഈ നഗരത്തിൽ പ്രവർത്തിച്ച് താമസിച്ച് രാഷ്ട്രീയം ചെയ്തൊരു കുട്ടിയാണ് KSUവിന്റെ അകത്ത്. എനിക്കത് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ അപ്പീൽ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. കാരണം ആ കുട്ടിയുടെ താമസം ഈ നഗരത്തിൽ തന്നെയാണ് കുറെ വർഷങ്ങളായിട്ട്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്, എന്താണ് ഈ കടലാസ് കളിയിൽ വല്ല ഇറഗുലാരിറ്റി ഉണ്ടോയെന്ന് ഞങ്ങൾക്ക് വലിയ വിശ്വാസമില്ല. ഇതൊരു രാഷ്ട്രീയ കളിയാണ്. ഈ കുട്ടി മുന്നോട്ടായിരുന്നു ജനങ്ങളുടെ മനസ്സിലും ജനങ്ങളുടെ സ്നേഹത്തിലും. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഇതിനെ നമ്മൾ അപ്പീൽ ചെയ്യണം. ആ അപ്പീൽ ജയിക്കാനുള്ള സാധ്യത ഞങ്ങൾ കാണുന്നു. പക്ഷേ ഒരു ഫെയർ ഹിയറിംഗ് വേണം ഞങ്ങൾ. ഈ കുട്ടി നല്ലോണം ഇവിടെ താമസത്തിന് ഇറങ്ങിയിട്ടുണ്ട്, വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. അതൊക്കെ ഞങ്ങൾ എല്ലാവരും കണ്ടതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ചേലക്കര CPIയിലാണ് പൊട്ടിത്തെറി. വാർഡ് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയാണ് തർക്കം. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് PR വിശ്വനാഥൻ CPI ലോക്കൽ കമ്മിറ്റിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നാണ് വിശ്വനാഥന്റെ മുന്നറിയിപ്പ്. കഴിഞ്ഞ 25 വർഷമായി ഞാൻ പാർട്ടിയുടെ സജീവ പ്രവർത്തകനാണ്. എൻ്റെ അച്ഛനും അമ്മയും 34 കൊല്ലക്കാർ ലോക്കൽ സെക്രട്ടറിൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ മഹിളാ സംഘത്തിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റായിരുന്നു. ജനനം മുതൽ തൊഴിലേറ്റിക്കൊണ്ട് നടക്കുകയായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും. പാർട്ടി CPI എന്ന പാർട്ടി ജനിക്കുമ്പോൾ തന്നെ CPI ആണ്, മരണം വരെ CPI ആവണമെന്നാണ് എൻ്റെ എല്ലാ ആഗ്രഹം. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ ഗ്രാമപഞ്ചായത്തിൽ 2015 കോൺഗ്രസിൻ്റെ കുത്തക വാർഡായിട്ടുള്ള അവിടെ 450 വോട്ടുകളുടെ ഭൂരിപക്ഷമുള്ള കോൺഗ്രസിൻ്റെ വാർഡിൽ 333 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഞാൻ അവിടെ വിജയിച്ചത്. എന്നിൽ അർപ്പിച്ച വിശ്വാസമാണ് ജനങ്ങൾ. എന്നാൽ ഇത്തവണയും അതുപോലെ അവിടെ ജനറൽ സീറ്റായിട്ടുണ്ട്, അവിടെ തന്നെ മത്സരിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ബ്രാഞ്ച് തീരുമാനിക്കുന്നു. എന്നാൽ LC കമ്മിറ്റി ഇവിടുത്തെ ഇടതുപക്ഷം അധികാരം വരാൻ സാധ്യതയുണ്ടെന്നും അവിടെ CPI ജയിക്കുമെന്നുമുള്ള ഒരു തിരിച്ചറിഞ്ഞ ഭാഗമായി കോൺഗ്രസിനെയും BJPയെ സഹായിക്കുന്നതിന് വേണ്ടി CPIയിലെ ചില നേതാക്കന്മാരെ കയ്യിലെടുത്തുകൊണ്ട് അവർ CPIയെ തകർക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തു തന്നെയായാലും ഞാൻ CPI ആണ്. CPIയുടെ പാർട്ടി നേതൃത്വത്തിന് ഇതിൻ്റെ കൃത്യമായ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. പാർട്ടി നേതൃത്വവും 3 തവണ മത്സരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഇതേ മണ്ഡലത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി മത്സരിക്കുന്ന KR സത്യൻ 3 തവണ മത്സരിച്ചു കഴിഞ്ഞു, 4ാമത് മത്സരിക്കുന്നു. വരവൂല സഖാവ് 4ാമത് മത്സരിക്കുന്നു. നിരവധി ആൾക്ക് എക്സ്പെൻഷൻ ഉണ്ടെങ്കിൽ ഇവിടെ മാത്രം അതില്ല. അങ്ങനെ BJPയും കോൺഗ്രസിനെ സഹായിക്കാൻ വേണ്ടി ഇവിടുത്തെ CPI നേതൃത്വം മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. അതിനെതിരെയാണ് ഈ മത്സരം. തീർച്ചയായും ഈ പാർട്ടി ബ്രാഞ്ച് പറഞ്ഞതിൻ്റെ പിറകെ നിൽക്കാൻ താല്പര്യം. ഞാൻ മരണം വരെ CPI ആണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജനനിക്കുമ്പോൾ CPI, മരണം വരെ CPI. പാർട്ടി ഇവിടെ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ പാർട്ടി ഒരു ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.